തന്നെ. എന്താ നിന്റെ മൂന്നാമത്തെ ചോദ്യം? മുത്തു റസൂൽ കുഴഞ്ഞ പിതാവിനെ പോലെ കഴിവ് കെട്ടവനാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഴിവ് കെട്ട കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെ കഴിവ് കെട്ടവനാണോ എന്നാണ് ഇവൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലം എന്താണെന്നറിയോ? പേരോട് ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ ഉസ്താദ് പരാമർശിച്ചതിനെ ദുർവ്യാഖ്യാനിച്ച കോട്ടിമാട്ടലിന്റെ അപ്പോസ്തലന്മാരായ കുറുവാ സംഘം പറഞ്ഞു പരത്തുന്ന പച്ച നുണയാണ്. ഞാൻ തെളിയിക്കാം സമതേ. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. ഇതല്ലേ സമതേ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ക്ലിപ്പ്? ഈ ക്ലിപ്പിൽ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളം തിരിയുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകണ കാര്യല്ലേ? ഉസ്താദ് എന്താ പറഞ്ഞത്? അതിന്റെ കുറച്ചു മുമ്പ് മുതൽ സമതേ ഞാൻ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. എന്റെ ആവശ്യം തങ്ങൾ വീട്ടിൽ തരാൻ. തങ്ങൾ വീട്ടിൽ തരാന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അള്ളാഹുവാണ്. പിന്നെയോ തങ്ങൾ വീട്ടിൽ തരാന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ ഇടപെടാൻ എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ നേരത്തെ ഇവിടുന്ന് ഒരാൾ എന്നെ വിളിച്ചു, ഈ പരിസരത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം. പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, ഞങ്ങൾക്കറിയാം. പിന്നെ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പള്ളി ഉണ്ടാക്കിത്തരാൻ കഴിയുന്നവരുണ്ടാക്കിത്തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ്. അങ്ങനെ ഇടപെട്ട് 100-ലധികം പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കാൻ അവസരം ലഭിച്ചു. ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷെ നാട്ടുകാർ പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്നാണ്. അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ, തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് സമതേ പേരോട് ഉസ്താദ് പറഞ്ഞത്. ഇവിടെ ഉദാഹരിച്ചത് തളർന്നു കിടക്കുന്നതിനോടല്ല. ഇവിടെ ഉസ്താദ് ഉദാഹരിക്കുന്നത് ഇടപെടണം എന്ന് പറയുന്ന വിഷയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി, നബിയെ നിങ്ങൾ എൻ്റെ കാര്യം നടത്തിത്തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബിതങ്ങൾ നടത്തിത്തരും എന്ന അർത്ഥത്തിലല്ല. നടത്തുന്നത് അല്ലാഹുവാണ്, അതിനുവേണ്ടി ഇടപെടണം എന്ന് പറഞ്ഞതിനെ ഉദാഹരിച്ചതാണത്. നിന്റെയൊക്കെ മണ്ടയിൽ മണ്ടരി ബാധിച്ചതിന് പണ്ഡിതന്മാരുടെ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ടോ? നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ഒരാൾ പറയാണ്, നബിയെ എൻ്റെ ആവശ്യം നിങ്ങൾ നിറവേറ്റി തരണം എന്ന് പറഞ്ഞാൽ ആവശ്യം നിറവേറപ്പെടാൻ വേണ്ടി നബിയെ അങ്ങ് ഇടപെടണമെന്നാണ് എന്ന് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞതിനെ വലിയ ചോദ്യമായിട്ട് കൊണ്ടുവന്നതാ. ഇങ്ങനെയല്ലേ നീയൊക്കെ ഒരു പണ്ഡിതനെ ഈ നടു റോട്ടില് കൊല്ലം എത്രയായിട്ട് വഹാബിയാക്കി ചാപ്പയടിച്ച് പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവന്റെ